മഴക്കാലമൊക്കെ തുടങ്ങിയതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉഷാറായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഏത് സ്ഥലത്തായാലും. ഇത് വേറെ എവിടെയല്ല, നമ്മളെ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ വെള്ളച്ചാട്ടൻ്റെ ഭംഗിയും സൗന്ദര്യവും ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരിക്കും. സോ ഗായ്സ്, നമ്മളിനി അങ്ങോട്ടേക്ക് കടന്ന് പോവാം. വണ്ടി പാർക്കിംഗ് കുറവായിരുന്നു, സ്ഥലം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കടയുടെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത്. എൻട്രൻസോട് കിടന്നി പോകുന്നു. സോ ഗൈസ്, കാഴ്ചപ്പാടൊക്കെ കണ്ടു. ഇതിൻ്റെ സമയം കാര്യങ്ങൾ നമ്മൾ ഫുൾ ഈ വീഡിയോയിൽ തന്നിരിക്കും. ഏകദേശം ഒരു 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 മണി വരെ ഉള്ളൂ. ഇത് എവിടെ അറിയണ്ടേ നിങ്ങൾക്ക്? ഹായ് ഗായ്സ്, ഞങ്ങൾ അങ്ങനെ കോട്ടയം സോ ഫാമിലീസും കുട്ടികളായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലം വാട്ടർഫാൾ. നമ്മളെ കോട്ടയത്തിന് ഏകദേശം ഒരു 19ഓളം കിലോമീറ്റർ ഉണ്ട്. ഏറ്റുമായിരുന്നു 17 കിലോമീറ്റർ. ഒരു അരമണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. ഇത് സൗന്ദര്യം, ഇതിൻ്റെ പ്രകൃതി ഭംഗിയും ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. അരുവിക്കുഴി വാട്ടർഫോളിൻ്റെ പ്രകൃതി ഭംഗി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി തന്നെയാണ്. നല്ല നാച്ചുറൽ കാമായിരിക്കുന്നു. ഫാമിലീസും ബാച്ചുലർ ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലം, വലിയ തെക്കും തിരക്കൊന്നും ഇല്ലാത്ത വാട്ടർഫോളാണ്. എന്നാലും കിടിലം തന്നെ. എൻ്റെ മോനെ, കോട്ടയം ജില്ലക്കാരെ, കോട്ടയത്തിൽ നിങ്ങൾക്ക് അറിയാത്തവരെ ആരെങ്കിലും ഉണ്ട്, നേരെ വിട്ടോളൂ, ഒന്നും നോക്കണ്ട. കിടിലം തന്നെ വാട്ടർഫോൾ. മഴയൊക്കെ നല്ലപോലെ പെയ്തു തുടങ്ങിയത് ഇതിക്കും മേലെ ആയിരിക്കും വൈബ്. സോ ഗൈസ്, നിങ്ങളൊന്നും ആലോചിക്കേണ്ട, നേരെ വിട്ടോളൂ. അരുവിക്കുഴി വാട്ടർഫോൾ പള്ളിക്കത്തോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സോ ഗൈസ്, വൈബ് നോക്കിക്കോ.
അധികം ഈ വാട്ടർഫോളിനെ കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞുകൂടാന്ന് തോന്നും, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ബട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ മോനെ പിടിച്ചാൽ പിടികിട്ടില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ബിക്കോസ് ഇതൊരു കിടിലം വാട്ടർഫോൾ തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ ചില സ്ഥലത്തുണ്ട് അവിടെ ഇറങ്ങാൻ പറ്റാത്തൊരു ഇതുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് സേഫ് കെയർഫുൾ ആയിരിക്കും. ഫാമിലീസിനും ബാച്ചിലേഴ്സിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു വാട്ടർഫോളാണ്. സോ ഗൈസ് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, നിങ്ങൾ വരിക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. ഇവിടെ വന്നിട്ട് അടിപൊളി തന്നെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു കള്ള് ഷോപ്പിലേക്കാണ് പോകുന്നത്. അതാണ് എൻ്റെ പ്ലാന്, എൻ്റെയും റോണിയുടെ. ഗൈസ് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് നോക്കുക. അടിപൊളി വൈബ് തന്നെയാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് അടിച്ചു പൊളിക്കും. ഇന്ന് ഞാൻ നേരെ കോട്ടയത്താണ് വന്നിരിക്കുന്നത്, വേറെ എവിടെ ഇല്ല. എൻ്റെ ചങ്ങായി കാണാൻ, റോണി അളിയനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അളിയൻ്റെ അടുത്ത് ചോദിച്ചത്, അളിയ നാടൻ കള്ളും തലക്കറിയൊക്കെ എവിടെ കിട്ടുമെന്ന്. അപ്പോൾ അളിയൻ നേരെ പള്ളിക്കത്തോട് അവിടെ അഞ്ചാനി സിനിമയുടെ തൊട്ടടുത്തുള്ള സീറോക്ക് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുവന്ന്. നല്ല നാടൻ ചെത്ത് കള്ളൊക്കെ കിട്ടും, 2-3 വെറൈറ്റീസ് കള്ളുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നല്ല തനി നാടൻ തലക്കറിയൊക്കെ കിട്ടും. അളിയൻ്റെ അടുത്ത് ഞാൻ അതും ചോദിച്ചപ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻ്റാണ് അവർ റെക്കമെൻഡ് ചെയ്തത്. അടിപൊളി കറി തന്നെ, കൊടംപുളിയൊക്കെ ഇട്ട് മുളകൊക്കെ, എൻ്റെ മോനെ മുളക് കറി വേറെ ലെവൽ സ്പൈസ് തന്നെ. കള്ളങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, അതുകൊണ്ട് വല്ലാത്തൊരു എക്സ്പ്രഷൻ തന്നെ എൻ്റെ തലക്കറി തനി കോട്ടയം സ്റ്റൈലാണ്. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ അഞ്ചാനി സിനിമ, അഞ്ചാനി മോളിൻ്റെ തൊട്ടടുത്താണ് സീറോക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ ബിരിയാണി മീൽസ് ഉച്ചയ്ക്ക് അവൈലബിൾ ആണ്, കുറേ നാടൻ ഫുഡും ഡെയിലി കിട്ടും. രാവിലെ 11 തൊട്ട് 11 ഉച്ചയ്ക്ക് മീൽസ് ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് ഫിഷ് കറി മീൽസ്, സീ ഫുഡാണ് മെയിനായിട്ട്. തലക്കറി ടൈപ്പ് കാര്യങ്ങളൊക്കെ കാളാഞ്ചിയുണ്ട്, പച്ചയുണ്ട്, പിന്നെ കരിമീനുണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്, നാടൻ ബേസിലാണ് നാടൻ. പിന്നെ കുട്ടനാടൻ താറാവ് കറി, ബീഫ് ഫ്രൈ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ഐറ്റംസ്, ചിക്കൻ 65 ഉണ്ട്, ചിക്കൻ കറി, ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഓപ്പൺ ആവുന്നത് ബിരിയാണി മീൽസ് അത്യാവശ്യം ഫാമിലി വൈബുള്ള ഒരു കള്ള് ഷോപ്പ് തന്നെയാണ്. ഇവിടെ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ കുറേ ഹട്ടുകളൊക്കെ ഉണ്ട്, ഏകദേശം 4-5 ഹട്ടുണ്ട്. പിന്നെ ഒരെണ്ണം 24 പേർക്ക് ഒരുമിച്ചിരിക്കുന്നത്. ഇതെന്താ കളിയാ ഇത്? പന, നാടൻ കള്ളല്ല, ഒന്നും നോക്കണ്ട. തലക്കറി അങ്ങ് ഓർഡർ ചെയ്യാം. തലക്കറി ഉണ്ടോ ഏട്ടാ? ഒരു തലക്കറി. കപ്പ ഉണ്ടോ? അങ്ങനെ 2 ഗ്ലാസ് നമ്മൾ നിറച്ചങ്ങ് വെള്ളം ഒഴിച്ച് 2 പേര് അങ്ങ് കുടിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. എൻ്റെ മോനെ ടേസ്റ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നല്ല രുചിയും നല്ല എരിവും.
കുടംപുളിയൊക്കെ ഇട്ട് കോട്ടയം സ്റ്റൈലാണ് തലക്കറി. ടേസ്റ്റിനെ കുറിച്ച് എത്ര പറഞ്ഞാലും കുറവാണ്. കോട്ടയം സ്പെഷ്യൽ തലക്കറി. മുളകിട്ട കറി അടിപൊളിയായിരിക്കും. നല്ല ചെത്ത് കള്ള് പനല്ലേ? ആ പന പന. എടുക്കരുത്. കല്ലപ്പം വന്നിട്ടുണ്ട്, അളിയാ ഓപ്പൺ ചെയ്തു. കൈ കൊണ്ട് തന്നെ എടുക്കാം, ഒന്നും നോക്കണ്ട. കള്ളപ്പം എടുത്ത് നല്ല ചൂടുണ്ട്, പുകയൊക്കെ വരുന്നുണ്ട്. അമ്മാ, നല്ല ചൂട് കല്ലപ്പം, പുകയൊക്കെ പോകുന്നുണ്ടല്ലേ. അളിയാ ഒരെണ്ണം എടുത്തേ. തുടങ്ങിയോ? സാമ്പിക്കോ അളിയാ.